ആദ്യം കാസർഗോഡേക്കാണ്. അവിടെ കള്ളാറിൽ മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ച അപകടം. കള്ളാർ സ്വദേശി പ്രജിൽ മാത്യുവിന്റെ ഓപ്പോ A5s എന്ന ഫോണാണ് പൊട്ടിത്തെറിച്ചത്. കൈക്കും കാലിനും പൊള്ളലേറ്റിട്ടുണ്ട്. രാവിലെ ഒരു 9 മണിയോട് കൂടിയിട്ട് ഇവന്റെ പ്രജിലിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു പുക, ഒരു വാണത്തിന് തീ പിടിച്ച പോലത്തെ ഒരു പുക. ആകെ പെട്ടെന്ന് ഇവൻ വലിച്ചൂരി അങ്ങോട്ട് എറിഞ്ഞപ്പോഴത്തേക്കും അവിടെ കടത്തി തപ്പി. സാരംഗ് സുരേഷ് കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സാരംഗ്, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? എന്താണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം? ഈ യുവാവിന്റെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ്? ഇന്ന് രാവിലെ 9:30 കൂടിയാണ് കാസർഗോഡ് കള്ളാറിൽ ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായത്. പ്രജുൽ മാത്യു ഇദ്ദേഹത്തിന്റെ പാന്റിന്റെ പോക്കറ്റിലായിരുന്നു ഫോൺ സൂക്ഷിച്ചിരുന്നത്. പെട്ടെന്ന് ഒരു പുകയേറുകയും ഇതിനെ തുടർന്ന് വലിയ ശബ്ദത്തോടുകൂടി ഫോൺ പൊട്ടിത്തെറിക്കുകയായിരുന്നു. കാലിന്റെ തുടയ്ക്കും കൈക്കും ചെറിയ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട്. ഓപ്പോയുടെ ഫോണാണ്. 3 വർഷമായി പ്രജുൽ മാത്യു ഇത്തരത്തിൽ ഈ ഫോൺ ഉപയോഗിച്ച് വരികയായിരുന്നു. ഇതുവരെ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് ഫോണിന് ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടായത്. എന്തായാലും ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യസ്ഥിതിയിൽ വലിയ ഗുരുതരമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും പ്രജലിന്റെ കുടുംബാംഗങ്ങൾ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയെ സമീപിക്കുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ നിലവിൽ നൽകിയിരിക്കുന്നത്. ആര്യ, ശരി.